ഇനി വിദേശ വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് വരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത ലെബനിലെ സ്ഫോടനം തന്നെയാണ്. ഇതിൽ 38 പേർ കൊല്ലപ്പെട്ടു. പ്രത്യേകിച്ച് പേജർ, വാക്കി ടോക്കി എന്നിവ പൊട്ടിത്തെറിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, ഈ ഹിസ്ബുള്ള വാദികളൊന്നും ഈ മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പോലും തീരുമാനിക്കുന്ന രീതിയിലാണ് ഈ ഇലക്ട്രോണിക് വാർ മാറുന്നത്. ഈ അവസരത്തിൽ ഈ യുദ്ധത്തിൻ്റെ പുതിയ പുതിയ അപകടങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജെയിംസ്, ഇത് വളരെ സങ്കടകരമായ, ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ ലെബനിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും SKN, ലെബനനിൽ ഇപ്പോൾ പേജർ, വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ 38 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക വാർത്തകളുള്ളത്. അതിൽ 300-ലേറെ പേരുടെ നില അതീവ ഗുരുതരമാണ്. 3000-ലേറെ പേർക്ക് ഈ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൻ്റെ സ്ഥിരീകരണം ഹെസ്ബുള്ളയുടെ ആൾക്കാർക്ക് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന സ്ഥിരീകരണം ഹെസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായി. അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചതിൽ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നൽകിയ 4000 പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. അതുപോലെ തന്നെ വാക്കി ടോക്കികളും. ഇത് വല്ലാത്ത രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് ഹെസ്ബുള്ളയുടെ നേതാവ് തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SKN, എന്തായാലും ലെബനിൽ SKN പറഞ്ഞ പോലെ വല്ലാത്തൊരു പരിഭ്രാന്തി പടർന്നിരിക്കുകയാണ്. ആരും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നില്ല, പേജറുകൾ ഉപയോഗിക്കുന്നില്ല. വിമാനങ്ങളിൽ പേജറുകളും വാക്കി ടോക്കികളും അതുപോലെ തന്നെ മൊബൈലുകളൊക്കെ നിരോധിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ പൊട്ടിത്തെറി ഉണ്ടായാൽ വിമാനം തന്നെ പൊട്ടിത്തെറിക്കുമെന്ന അവസ്ഥയാണ്. അപ്പോൾ എല്ലായിടത്തും ഹെസ്ബുള്ളയുടെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു തരത്തിൽ ചിതറിയ അവസ്ഥയാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം SKN, ഹെസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ള സാധാരണ നേരിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ അണികൾ മുഴുവൻ ഒത്തുചേർന്നത് കേൾക്കാറുണ്ട്. ആരും ഒത്തുചേർന്നില്ല. അതുപോലെ തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു വാർത്തകളും നേരത്തെ പറഞ്ഞിരുന്നില്ല. ടെലിവൈസ്ഡ് ആയിട്ടുള്ള ടെലിവിഷൻ അഭിസംബോധനയാണ് നടന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അഭിസംബോധന ചെയ്യാൻ പോകുന്നുവെന്നുള്ള സമയത്ത് പോലും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ സോണിക് ബൂം ഉണ്ടാക്കിക്കൊണ്ട്, ശബ്ദം തകർക്കുന്ന രീതിയിലുള്ളത് ഉണ്ടാക്കിക്കൊണ്ട് ബെയ്റൂട്ടിൽ താണ്ഡവമാടുകയായിരുന്നു. അപ്പോൾ എല്ലാം ചോർന്നു പോയിരിക്കുന്നു. ഹെസ്ബുള്ളയുടെ നേതാവ് എപ്പോഴാണ് സംസാരിക്കുന്നത് എന്നുള്ളത് വരെ. പക്ഷെ അതുകൊണ്ട് തന്നെ നേരത്തെ ടെലിവൈസ്ഡ് അഡ്രസ്സാണ് നൽകിയത്. ആരും മൊബൈലുകളും പേജുകളും ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശം തന്നെ വന്നിരിക്കുന്നു. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇസ്രായേലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നുണ്ട് ഹെസ്ബുള്ള. തിരിച്ച് ഈ തെക്കൻ ലെബനനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിൻ്റെ സൈന്യം. അപ്പോൾ അതൊരു പ്രഖ്യാപിക്കാത്ത യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇറാൻ വലിയ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഹെസ്ബുള്ള ഇറാൻ്റെ പിന്തുണയുള്ള സംഘടനയാണ്. ഹെസ്ബുള്ളയെ ആക്രമിച്ച സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഇസ്രായേലിനെ ആക്രമിക്കുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ പറയുന്നു. എന്തായാലും പശ്ചിമേഷ്യ വല്ലാത്ത ഒരു ആശങ്കയിലും പ്രശ്നങ്ങളിലുമാണ്. അതിനിടയിൽ ഗസയിലെ യുദ്ധം മുറ പോലെ നടക്കുന്നുണ്ട്. SKN, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 30 പേർ പലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടു, വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2 യുദ്ധമുഖം തുറന്നിരിക്കുകയാണ്. ഒന്ന്, തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു. പിന്നെ ഒരു വർഷത്തോളമായി ഗസയിൽ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ 2 വാർ ഫ്രണ്ട് തുറന്നിരിക്കുന്നു. ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലയിലേക്ക് ആക്രമണം നടത്തുന്നു ഹെസ്ബുള്ള. ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട്. ഇവരുടെ അയൺ ഡോമിൽ തട്ടി തെറിക്കുകയാണ്. അപ്പോൾ യുദ്ധം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളപ്പോഴാണ് UN-ന്റെ പൊതുസഭ ചേർന്നിട്ട് ഇത് സംബന്ധിച്ച് അധിനിവേശം ഉടനെ ഇസ്രായേൽ നിർത്തണം എന്ന പ്രമേയം വന്നു. 124 രാജ്യങ്ങൾ അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 14 രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത്. ഇന്ത്യ വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കേണ്ടതല്ല, ഡയലോഗിലൂടെ പ്രശ്നങ്ങൾ തീർക്കണം. അതുകൊണ്ട് ആ തരത്തിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനിടയിൽ സൗദി അറേബ്യ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. SKN, സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചതാണ്. പക്ഷേ പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കാതെ ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ സൗദി അറേബ്യ തയ്യാറല്ല എന്ന ഇത് അവിടുത്തെ സൗദി കിങ്ങിൻ്റെ രാജാവിൻ്റെ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ പശ്ചിമേഷ്യ വല്ലാതെ പുകയുന്ന അവസ്ഥയിലാണ് SKN. ജെയിംസ്, ഈ അമേരിക്കയിൽ നാളെ ഈ ക്വാഡ് സഖ്യത്തിൻ്റെ സമ്മേളനം ഉച്ചകോടി നടക്കുകയാണ്. പ്രധാനമന്ത്രിയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? SKN, ഒരു പക്ഷേ ക്വാഡിൻ്റെ സമ്മേളനം ഒരു ഇടവേളയ്ക്ക് ശേഷം നടക്കുമ്പോൾ അത് അതിനിർണായകമായിട്ട് മാറുന്നത്
പ്രത്യേകിച്ച് 4 ലോകത്തിലെ ശക്തികളാണ് അതിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ. ഒരുപക്ഷെ ഈ ചൈനയെ നേരിടാൻ വേണ്ടിയാണ് ക്വാഡ് സഖ്യം രൂപീകരിച്ചത്. അതിൽ ഇന്ത്യ പങ്കാളിയാണെന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21, 22, 23 തീയതികളിൽ അമേരിക്കയിൽ ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി അതീവ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ആണ് മധ്യസ്ഥതയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യ റഷ്യൻ പ്രസിഡന്റിൻ്റെ തന്നെ അനുമതിയോടുകൂടിയാണ് ഉക്രൈൻ സന്ദർശനം നടത്തിയെന്നുള്ള വാർത്തകൾ തന്നെ വന്നു. എന്ന് മാത്രമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചു ഇന്ത്യ മധ്യസ്ഥതയിൽ ഇറങ്ങിയിട്ടുണ്ട്. ചൈനയുണ്ട്, ബ്രസീലുണ്ട്, പക്ഷെ അവരെ ഒന്നും ഉക്രൈൻ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് ഉക്രൈനും റഷ്യയും ഒരുപോലെ അംഗീകരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ചർച്ച ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനു പുറമെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ കമല ഹാരിസും ഡൊണാൾഡ് ട്രംപുമായിട്ട് കാണാൻ സാധ്യതയുണ്ട്. ട്രംപ് തന്നെ അവകാശപ്പെട്ടു കഴിഞ്ഞു നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ചയുണ്ടെന്ന്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ട്രംപിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസിനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. SKN ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധവും അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പുതിയ തലത്തിലേക്ക് ഇത് മാറിയിരിക്കുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്ക് ഒരു ഭാഗത്ത് ഇസ്രായേലുമായി നല്ല ബന്ധമുണ്ട്, മറുഭാഗത്ത് ഇന്ത്യ പലസ്തീൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള ചർച്ചയിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. അതിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഇന്ത്യയും പങ്കാളിയാവും. SKN. ഓക്കെ, താങ്ക് യു BB ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി BB ജെയിംസ് നാളെ ഈ പരിപാടിയിൽ ഉണ്ടാവും.